രാവിലെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ പുറത്തിങ്ങനെ വന്നിരുന്നപ്പോഴാണ് ടി വി വെച്ച് നോക്കിയപ്പോൾ വയനാട്ടിലെ ന്യൂസ് കേട്ടത്. ഭയങ്കര വിഷമമായിപ്പോയി. എന്താല്ലേ, ഒട്ടും സഹിക്കാൻ പറ്റില്ല, അത്രയും വിഷമമായിപ്പോയി. അപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് എന്തായിരിക്കും അവസ്ഥ എന്നോർത്ത് കുറേ നേരം ടി വി തന്നെ കണ്ട് എല്ലാവരും ഇരുന്ന് പോയി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ടി വി തന്നെ കണ്ടതാണ് കേട്ടോ, എന്തോ ആയെന്നറിയാൻ വേണ്ടി. പിന്നെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി നടന്നു. അങ്ങനെ നടന്നിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ അമ്മ എന്നെ വിളിച്ചു, ചായയൊക്കെ റെഡിയായി വാ കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അച്ഛൻ ഏത്തക്കാപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിൽ ചായ ഏത്തക്കാപ്പൊക്കെ കഴിച്ചു. കുറച്ച് നേരം അമ്മയും അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു പോയി ഫ്രഷ് ആയിട്ട് വാ, 5 മണിയൊക്കെ കഴിഞ്ഞില്ലേന്ന്. അങ്ങനെ ഞാൻ പോയി ഫ്രഷൊക്കെ ആയി. ഇപ്പം കർക്കിടക മാസം ആയതുകൊണ്ട് എല്ലാ ദിവസമായിട്ട് അമ്മ നാമം ജപിക്കുന്നതിൻ്റെ കൂടെ ഞാനും നാമം ജപിക്കാറുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് എനർജി പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അമ്മ ജപിക്കുന്നതിൻ്റെ കൂടെ ഇരുന്ന് ജപിക്കാൻ. ഞാൻ കുറച്ച് നേരം നോക്കിയപ്പോൾ നന്നായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പോഴത്തേക്ക് വിളക്കൊക്കെ ഒരുക്കാൻ തുടങ്ങി. ഞാനവിടെ ഇരിക്കുകയാണ്. അപ്പോൾ വിളക്കൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ നാമം ജപിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നാമമൊക്കെ ജപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ഫേവറേറ്റ് സീരിയൽ മഹാദേവനൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഞാനും കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നിശോലി വെച്ചൊരു വീട്ടിലോട്ട് പോയി കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ.